ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കൺകറൻസി കൺട്രോൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൺകറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വി ക്യാൻ എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് കൺകറന്റ്ലി ഇൻ എ DBMS. പക്ഷെ ഇങ്ങനെ കൺകറന്റ്ലി നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഡേറ്റാബേസിൽ ഇൻകൺസിസ്റ്റൻസി വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ കൺകറന്റ് ട്രാൻസാക്ഷൻസിനിടയിലുള്ള ഇന്ററാക്ഷൻ കൺട്രോൾ ചെയ്യണം. ആ ഇന്ററാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ കൺകറൻസി കൺട്രോൾ സ്കീംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അതൊരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡേറ്റ റീഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് മോഡിഫൈ ചെയ്യുക, റീഡ് ചെയ്തിട്ടുള്ള ഡേറ്റ, അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ടു ഡിസ്ക്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കാം. ഈ ട്രാൻസാക്ഷൻസ്, ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെയും ഒരു സ്പെസിഫൈഡ് ഓർഡറിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സീക്വൻസിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? ഒരു സർട്ടൻ ഓർഡർ അത് ഫോളോ ചെയ്യണം, സ്പെസിഫിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഓർഡർ. അപ്പൊ ഈ സീക്വൻസസ്, അതായത് ഏത് ഓർഡറിലാണ് കൺകറന്റ് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു സീക്വൻസ്, ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ description that specify the execution sequence of instructions in a set of transactions. അതിനെയാണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ ഇറ്റ്സ് എക്സിക്യൂഷൻ സീക്വൻസ് ഓഫ് മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ. ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒന്നിലധികം ട്രാൻസാക്ഷൻസിന്റെ എക്സിക്യൂഷൻ ഓർഡർ ആണ് മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. സപ്പോസ് രണ്ട് ട്രാൻസാക്ഷൻസ് ഉണ്ട്, T1 ഉം T2. T1 നമ്മൾ റീഡ് ഓഫ് എ പറഞ്ഞു, ദെൻ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഒരു 50 ചെയ്തു. ദെൻ നമ്മൾ ബി റീഡ് ചെയ്യാണ്. ഓക്കെ, വേറൊരു ഡേറ്റ ഐറ്റം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ മോഡിഫൈ ചെയ്യാണ്, ബി പ്ലസ് എ പറഞ്ഞിട്ട്. ദെൻ ബി ഞാൻ റൈറ്റ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ട്രാൻസാക്ഷൻ 1 ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ട്രാൻസാക്ഷൻ 2 വിച്ച് ഇസ് റീഡ് ബി ചെയ്തു. ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 75. ദെൻ റൈറ്റ് ഓഫ് ബി ചെയ്തു. റീഡ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റ ഐറ്റം എ റീഡ് ചെയ്യുക, റൈറ്റ് എന്ന് പറയുമ്പോൾ ഡേറ്റ ഐറ്റം ബി റൈറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് ട്രാൻസാക്ഷൻസ് ആണുള്ളത്, T1 ഉം T2. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ T1 കഴിഞ്ഞിട്ടാണ് ഞാൻ T2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ T1 ഉം T2 ഉം ഒരു സീരിയൽ ആയിട്ടുള്ള മാനറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് T1 എല്ലാ ഇൻസ്ട്രക്ഷൻസും, T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷനിലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് T2 ട്രാൻസാക്ഷൻ 2 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഷെഡ്യൂൾസ് ആണെങ്കിൽ നമുക്കതിനെ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയാം. അപ്പൊ സീരിയൽ ഷെഡ്യൂളിനകത്ത് ഒരു ട്രാൻസാക്ഷൻസിൽ വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒന്നിച്ചായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ, ഈ ഒരു സീരിയൽ മാനറിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ഇവിടെ കൺകറൻസി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന്? ഇല്ല. സോ ദിസ് ഇസ് ലെസ് എഫിഷ്യന്റ്. കൺകറൻസി ഇല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് എഫിഷ്യന്റ് ആണ്. നമുക്ക് കൺകറന്റ്ലി ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ മാത്രമേ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും അതുവഴി ത്രൂപുട്ട് കൂടുതൽ അച്ചീവ് ചെയ്യാനും സാധിക്കുള്ളൂ. ഈ സീരിയൽ ഷെഡ്യൂളിനകത്ത് അത് നടക്കുന്നില്ല. പക്ഷെ സീരിയൽ ഷെഡ്യൂളിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാബേസ് സ്റ്റേറ്റ് തന്നെയായിരിക്കും, അതിലായിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. ആ കാര്യം നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും. സപ്പോസ് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിന്റെ ഇൻസ്ട്രക്ഷൻസ്, ഒരു ഷെഡ്യൂളിനകത്ത് വരുന്ന ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒരു ഇന്റർലീവ്ഡ് മാനറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ഷെഡ്യൂൾസിനെയാണ് നമ്മൾ കൺകറന്റ് ഷെഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഒരു T1 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ റീഡ് ഓഫ്
എ ചെയ്യുന്നു, ദെൻ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 50 ചെയ്യുന്നു, ദെൻ T2 എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 50ക്ക് ശേഷം ഞാൻ റീഡ് ഓഫ് എ ചെയ്യുന്നു, എ ഇസ് ഈക്വൽ ടു എ പ്ലസ് 100 ചെയ്യുന്നു, ദെൻ റൈറ്റ് ഓഫ് ബി ചെയ്യുന്നു, ദെൻ റൈറ്റ് ഓഫ് എ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എൻ്റെ ട്രാൻസാക്ഷൻസ് എന്ന് കരുതാം. ഇങ്ങനെയാണ് എൻ്റെ കൺകറന്റ് ഷെഡ്യൂൾ വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കുമോ, എ റീഡ് ചെയ്തു, എ ഞാൻ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, ദെൻ എ റീഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ 2 എ അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ രീതിയിലാണ് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ ഇൻകറക്റ്റ് ഡേറ്റാബേസ് സ്റ്റേറ്റിലല്ലേ അത് റിസൾട്ട് ചെയ്യുക. നമ്മുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, എക്സിക്യൂഷൻ എല്ലാ ട്രാൻസാക്ഷൻസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസ് കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലായിരിക്കണം. അതായത് നമുക്ക് വേണ്ടത് കൺകറന്റ് എക്സിക്യൂഷൻ നടക്കുകയാണെങ്കിലും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ ഒരു സീരിയൽ വേയില് എക്സിക്യൂഷൻ നടന്ന് പ്രോപ്പർ ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണല്ലോ ഡേറ്റാബേസ് റിസൾട്ട് ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമുക്ക് വേണം. സപ്പോസ് ഒരു കൺകറന്റ് ഷെഡ്യൂളിന്റെ റിസൾട്ട് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് സീരിയൽ ഷെഡ്യൂൾ. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കൺകറന്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് വിളിക്കാം. അതായത് റിസൾട്ട് ഓഫ് കൺകറന്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു റിസൾട്ട് ഓഫ് സീരിയൽ ഷെഡ്യൂൾ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൺകറന്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്, T1ഉം T2. ഓക്കെ, ഈ T1-നകത്തും T2-നകത്തും ഏത് ഓർഡറിൽ വേണമെങ്കിലും റീഡ് ഓപ്പറേഷൻ വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് ഏത് ഡേറ്റ എലമെന്റ് റീഡ് ചെയ്യുകയാണെങ്കിലും ആയിക്കോട്ടെ, അതിന്റെ ഓർഡർ ഏത് തരത്തിലാണെങ്കിലും ഈ 2 ട്രാൻസാക്ഷൻസിലും എങ്ങനെ റീഡ് ഓപ്പറേഷൻ വന്നാലും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ അറ്റ് ഓൾ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ഞാൻ T1-ലെ ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്, ആ സെയിം ഡേറ്റ എലമെന്റിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, T2-ല് എന്ത് ചെയ്യാണ്, ഒരു റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ T1-ന് ശേഷം T2 എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് വെച്ചാലും T2-ന് ശേഷം T1 എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് വെച്ചാലും രണ്ടും സെയിം ആണ്. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ, ദ റിസൾട്ട് ഈസ് സെയിം ആൻഡ് ഡസ് നോട്ട് ലീഡ് ടു എനി കോൺഫ്ലിക്റ്റ്. ഇവിടെ ഡേറ്റ എലമെന്റ് ക്യൂ ആണ് കേട്ടോ, അത് ഏത് ഓർഡറിൽ റീഡ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സപ്പോസ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഫസ്റ്റ് ട്രാൻസാക്ഷനകത്ത് റീഡ് ഓഫ് ക്യൂ പറഞ്ഞു, ദെൻ T2 സെക്കൻഡ് ട്രാൻസാക്ഷനകത്ത് റൈറ്റ് ഓഫ് ക്യൂ ആണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു ഓർഡറിൽ ഞാൻ ഈ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ഒരു ഓർഡറിൽ ഞാൻ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതും സെയിം ആണോ? അല്ല. അതായത് ഈ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ എലമെന്റ് റൈറ്റ് ചെയ്യുന്നതിന് മുൻപ് റീഡ് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ചിലപ്പോൾ ഒരു 50 ഇതിന്റെ ഒപ്പം ഈ ക്യൂവിന്റെ ഒപ്പം ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ ഞാൻ മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് ഡിപ്പെൻസ്, എന്റെ ഓപ്പറേഷൻ അനുസരിച്ചിരിക്കും. ഓക്കെ, അതിനു മുൻപ് ഞാൻ ഈ ക്യൂ റീഡ് ചെയ്യുന്നതും ക്യൂ റൈറ്റ് ചെയ്തതിന് ശേഷം ക്യൂ റീഡ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അതിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? സോ ഇത്തരത്തില് ഒരു റൈറ്റ് ഓപ്പറേഷൻ എങ്കിലും വരുവാണെങ്കിൽ നമ്മൾ ഈ കൺകറന്റ് എക്സിക്യൂഷൻ നടത്തുമ്പോൾ ട്രാൻസാക്ഷൻസിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ അറിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ദർ ഇൻ കൺകറന്റ് എക്സിക്യൂഷൻ. ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. റൈറ്റ് റീഡ് പ്രോബ്ലം ഉണ്ട്, ദെൻ റീഡ് റൈറ്റ് പ്രോബ്ലം ഉണ്ട്, റൈറ്റ് പ്രോബ്ലം ഉണ്ട്. ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് പറയാം. TI എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്, TJ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. അതിൽ TIയിൽ എന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ റൈറ്റ്, ഒരു ഡേറ്റ എലമെന്റ് റൈറ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ട്രാൻസാക്ഷനകത്ത് ആ സെയിം എലമെന്റ് റൈറ്റ് ചെയ്തതിന് ശേഷമാണ് റീഡ് വരുന്നത് എങ്കിൽ, ഒരു അൺകമ്മിറ്റഡ് റീഡ് വരുവാണെങ്കിൽ ഇതിനെയാണ് റൈറ്റ് റീഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റീഡ് റൈറ്റ് പ്രോബ്ലം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ സെയിം TIയും TJയും തന്നെ ആദ്യം തന്നെ ഒരു റീഡാണ് വരുന്നത്, ദെൻ വേറെ അനദർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം TJയിൽ വേറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ദെൻ ഞാൻ പറയാണ് റൈറ്റ് ഓഫ് A വരുവാണെങ്കിൽ ദർ ഈസ് എ ചാൻസ് ഓഫ് റീഡ് റൈറ്റ് പ്രോബ്ലം.
ഓക്കെ, ഇനി റൈറ്റ് പ്രോബ്ലം ആണെങ്കിലോ സിമ്പിൾ. അതായത് ഒരു ട്രാൻസാക്ഷനിൽ റൈറ്റ് ഓഫ് എ പറഞ്ഞു, അതിനകത്ത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ട്രാൻസാക്ഷനിൽ ഫ്യൂ സെറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് റൈറ്റ് ഓഫ് എ പറയാണ്. സോ ദർ എക്സിസ്റ്റ് റൈറ്റ് പ്രോബ്ലം. ദീസ് ആർ ദ കോൺഫ്ലിക്ട്സ് ഇൻ കൺകറന്റ് എക്സിക്യൂഷൻ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് രണ്ട് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ടി ഐയും ടി ജെയും ആണ് കണ്ടത്. രണ്ടും സെയിം ഡേറ്റ ഐറ്റത്തിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? എ ആണ് നമ്മുടെ, അല്ലെ? ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻസ്, ഈ ഇൻസ്ട്രക്ഷൻസിലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് പറയാം ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് റൈറ്റ് ആയിക്കോട്ടെ റീഡ് ആയിക്കോട്ടെ, ഈ ഇൻസ്ട്രക്ഷൻസ് ദീസ് ആർ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആവണമെങ്കിൽ 3 കണ്ടീഷൻസ് വേണം. 2 ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ഓൺ ദ സെയിം ഡേറ്റ ഐറ്റം ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഈസ് റൈറ്റ് ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആർ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയാം. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മള് നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സ്വാപ്പ് ചെയ്യുന്നത് എങ്കിൽ കൺകറന്റ് ഷെഡ്യൂളിൽ കേട്ടോ, കൺകറന്റ് ഷെഡ്യൂളില് നോൺ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സ്വാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ ഫൈനൽ ആൻസർ. പക്ഷെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിൽ അങ്ങനെയാണോ അവസ്ഥ? അല്ല. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിൽ, അതായത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഓഫ് എ കൺകറന്റ് ഷെഡ്യൂൾ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അഫക്റ്റഡ് ആയിരിക്കും. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഒക്കർ ചെയ്യും. അതാണ് നമ്മുടെ പോയിന്റ്. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാനുള്ളത് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കോൺസെപ്റ്റിനെ തന്നെ ബേസ് ചെയ്തിട്ടാണ്. സപ്പോസ് നമ്മുടെ പക്കൽ ഒരു ഷെഡ്യൂൾ ഉണ്ട് എസ്, അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് എസ് ഡാഷ് ആക്കാനായിട്ട് സാധിക്കും. ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ സ്വാപ്പിംഗ് ഓൾ ദി നോൺ കോൺഫ്ലിക്റ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വിത്തിൻ എസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എസും എസ് ഡാഷും കോൺഫ്ലിക്റ്റ് ഈക്വിവലന്റ് ആണ് എന്ന്. ഈ എസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഈക്വിവലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ നമുക്കതിനെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം. അപ്പൊ നമ്മൾ രണ്ട് ടെർമിനോളജീസ് ആണ് ഇവിടെ പഠിച്ചത്. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ, അതായത് ഇഫ് എ ഷെഡ്യൂൾ ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു സീരിയൽ ഷെഡ്യൂൾ. എങ്ങനെ? ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആണെങ്കിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയാം. രണ്ട് ഷെഡ്യൂൾസ് ദേ ആർ സെറ്റ് ടു ബി കോൺഫ്ലിക്റ്റ് ഈക്വിവലന്റ് എപ്പോ? വൺ ക്യാൻ ബി ട്രാൻസ്ഫോം ടു അനദർ ബൈ സ്വാപ്പിംഗ് നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. അതാണ് എസ് എസ് ഡാഷും നമ്മൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺഫ്ലിക്റ്റ് ഈക്വിവലന്റ് എന്നാണ് പറയാ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വ്യൂ ഈക്വിവലൻസ് എന്താന്നുള്ളത് നോക്കാം. രണ്ട് ഷെഡ്യൂൾസ് ഉണ്ട്, എസും എസ് ഡാഷും. And these are said to be view equivalent. ഈ ടേം കേട്ടോ, വ്യൂ ഈക്വിവലന്റ്. എസ് എസ് ഡാഷും വ്യൂ ഈക്വിവലന്റ് ആണ് എന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ റീഡ്, അത് എസിലായിക്കോട്ടെ എസ് ഡാഷിലായിക്കോട്ടെ, ഇനീഷ്യൽ റീഡ് മസ്റ്റ് ബി സെയിം. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ ഇനീഷ്യൽ റീഡിന്റെ കാര്യമാണ് പറയുന്നത്. രണ്ടും സെയിം ആയിരിക്കണം. അതായത് ഒരു ഡേറ്റ ഐറ്റം ക്യൂ ഉണ്ട്, ട്രാൻസാക്ഷൻ ടി ഐ എന്ന് പറയുന്നത് സപ്പോസ് എസിനകത്ത്, നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് എസ് എന്ന് പറയുന്നത്, അതിനകത്ത് റീഡ് ഓഫ് ക്യൂ ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ക്യൂവിന്റെ ഇനീഷ്യൽ വാല്യൂ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ട്രാൻസാക്ഷനകത്ത്. അങ്ങനെയാണെങ്കിൽ ഈ ടി ഐ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ വിച്ച് ഇസ് ഇൻ എസ് ഡാഷിലുള്ള ടി ഐയും എന്താണ് ചെയ്യേണ്ടത്? ഇറ്റ് മസ്റ്റ് ഓൾസോ റീഡ് ഇനീഷ്യൽ വാല്യൂ ഓഫ് ക്യൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യൽ റീഡ് മസ്റ്റ് ബി സെയിം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആലോചിക്കുക. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എന്തിന്? വ്യൂ ഈക്വിവലന്റ് ആവണമെങ്കിൽ. 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ എന്താന്നുള്ളത് നോക്കാം. എസ് എടുത്താലും എസ് ഡാഷ് എടുത്താലും രണ്ടിലെയും റൈറ്റ് റീഡ് സീക്വൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി സെയിം. റൈറ്റ് റീഡ് സീക്വൻസ് മസ്റ്റ് ബി സെയിം ബിറ്റ്വീൻ എസ് ആൻഡ് എസ് ഡാഷ്. ഓക്കെ, അതാണ് സെക്കൻഡ് കണ്ടീഷൻ. നൗ കമ്മിങ് ടു ദ തേർഡ് കണ്ടീഷൻ.
ഫൈനൽ റൈറ്റ് ഓപ്പറേഷൻ ഷുഡ് ബി സെയിം ബിറ്റ്വീൻ എസ് ആൻഡ് എസ് ഡാഷ്. എസ് എടുത്താൽ എസ് ഡാഷ് എടുത്തിട്ടുണ്ടെങ്കിലും ഫൈനൽ റൈറ്റ് ഓപ്പറേഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എസും എസ് ഡാഷും ഈ 2 ഷെഡ്യൂൾസും വ്യൂ ഈക്വലന്റ് ആണ് എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു കണ്ടീഷൻസ്? ഇനീഷ്യൽ റീഡ് സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ റൈറ്റ് റീഡ് സീക്വൻസ് സെയിം ആയിരിക്കണം, ഫൈനൽ റൈറ്റ് സെയിം ആയിരിക്കണം. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത്, വി സേ ഷെഡ്യൂൾ എസ് ഈസ് വ്യൂ സീരിയലൈസബിൾ ഇഫ് ഇറ്റ് ഈസ് വ്യൂ ഈക്വലന്റ് ടു എ സീരിയൽ ഷെഡ്യൂൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ എസ് എന്ന് പറയുന്നത് വ്യൂ സീരിയലൈസബിൾ ആണ് എന്ന്. അതായത് എസിന്റെ വ്യൂ ഇക്വലന്റ് ഒരു സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് ഒരു വ്യൂ സീരിയലൈസബിൾ ആണ് എന്ന് പറയുന്നത്. എല്ലാ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂളും വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഇവിടെ നമ്മൾ നോക്കിയിരുന്നു, അതെല്ലാം വ്യൂ സീരിയലൈസബിൾ ആയിരിക്കും. ബട്ട് നോട്ട് ഓൾ വ്യൂ സീരിയലൈസബിൾ ഷെഡ്യൂൾസ് ആർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ എന്ന് പറയുന്നത് വ്യൂ സീരിയലൈസബിളിന്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? സീരിയലൈസബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഷെഡ്യൂൾസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ടൈപ്സ് ഓഫ് ഷെഡ്യൂൾസ് ഇൻ DBMS ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഷെഡ്യൂൾസ് സീരിയൽ ഷെഡ്യൂൾസ് ഉണ്ട്, നോൺ സീരിയൽ ഷെഡ്യൂൾസ് ഉണ്ട്. ഈ നോൺ സീരിയൽ ഷെഡ്യൂൾസ് തന്നെ സീരിയലൈസബിൾ ഷെഡ്യൂൾസും നോൺ സീരിയൽ ഷെഡ്യൂൾസും വരുന്നുണ്ട്. നോൺ സീരിയൽ ഷെഡ്യൂൾസ്. ഓക്കെ, സീരിയലൈസബിൾ ഷെഡ്യൂൾസ് നമ്മളിപ്പോൾ പറഞ്ഞത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിളും വ്യൂ സീരിയലൈസബിളും വരുന്നുണ്ട്. നോൺ സീരിയൽ ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോൾ അതിൽ റിക്കവറബിളും നോൺ റിക്കവറബിളും ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ട്. റിക്കവറബിൾ ഷെഡ്യൂൾസിനെ അഗെയിൻ 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. കാസ്കേഡിംഗ് ഷെഡ്യൂൾസ്, കാസ്കേഡ്ലെസ് ഷെഡ്യൂൾസ് ആൻഡ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾസ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസിഡൻസ് ഗ്രാഫ്, അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ സീരിയലൈസേഷൻ ഗ്രാഫ് എന്നും പറയാം കേട്ടോ, സീരിയലൈസേഷൻ ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇത് ഈ പ്രസിഡൻസ് ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് G is equal to V, E ആ ഒരു ഫോർമാറ്റിൽ തന്നെ. V എന്ന് പറയുന്നത് സെറ്റ് ഓഫ് വെർട്ടീസസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് നോഡ്സ് എന്ന് പറയാം. ഇതിൽ സെറ്റ് ഓഫ് നോഡ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, T1 T2 അപ് ടു Tn വരെ. ഓക്കെ, ആൻഡ് E എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് എഡ്ജസ്. ഇതിലെ എഡ്ജസ് E1 E2 E3 അപ് ടു En വരെ. ഓക്കെ, അത് ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് മറ്റൊരു ട്രാൻസാക്ഷനിലേക്കുള്ള ട്രാൻസിഷനെയാണ് ഓരോ എഡ്ജും ഉദ്ദേശിക്കുന്നത്. ഈ പ്രസിഡൻസ് ഗ്രാഫിനകത്തെ ഓരോ നോഡും ഓരോ ട്രാൻസാക്ഷൻ ആയിരിക്കും. സപ്പോസ് ഒരു എഡ്ജ് EI ഉണ്ട്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം TJ to TK, വേർ TJ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് നോഡും TK എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻഡിങ് നോഡും ആയിരിക്കും. ഏതിന്റെ? ഈ EI എന്ന് പറയുന്ന എഡ്ജിന്റെ. ഓക്കെ, അതായത് ഈ എഡ്ജ് EI ഈസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ നോഡ്സ് TJ to TK if one of the operations in TJ appears in the schedule before some conflicting operations in TK. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ പ്രസിഡൻസ് ഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്? അതിന്റെ അൽഗോരിതം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിവിടെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഷെഡ്യൂളിന്റെ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ആക്ച്വലി എന്ത്? ഈ പ്രസിഡൻസ് ഗ്രാഫ് അല്ലെങ്കിൽ സീരിയലൈസേഷൻ ഗ്രാഫ്. ഇതിൽ ഏത് ഓപ്ഷൻ തന്നാലും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണേ. അപ്പോൾ ഇതിന്റെ അൽഗോരിതം എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിസിപ്പേറ്റിംഗ് ട്രാൻസാക്ഷൻസിനും എന്ത് ചെയ്യണം? ഒരു നോഡ് T നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സപ്പോസ് നമ്മുടെ ട്രാൻസാക്ഷൻസ് 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്, TI TJ. TIക്കകത്ത് ആദ്യം റൈറ്റ് ഓഫ് എക്സ് ആണ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് TJക്കകത്ത് ഒരു റീഡ് ഓഫ് എക്സ് വരുന്നത് എങ്കിൽ നമ്മുടെ നോട്ട്സ് എന്ന് പറയുന്നത് TI to TJ എന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എഡ്ജ് അടക്കം ഉൾപ്പെടുത്തി നമ്മുടെ നോട്ട്സ് നമ്മൾ നമ്മുടെ ഗ്രാഫിനകത്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അൽഗോരിതത്തിൽ ആലോചിക്കേണ്ടത്, സപ്പോസ് ഇപ്പോൾ TI TJ 2 ട്രാൻസാക്ഷൻസ് ഉണ്ട്. TIക്കകത്താണ് ആദ്യം
റീഡ് ഓപ്പറേഷൻ വന്നത്. അതിനുശേഷമാണ് ടി ജെക്കകത്ത് റൈറ്റ് ഓപ്പറേഷൻ വരുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും നോട്ട്സ് വരിക? ടി ഐ ടു ടി ജെ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ടി ഐ ടി ജെ രണ്ടിലും റൈറ്റ് വരുവാണെങ്കിൽ, കോൺഫ്ലിക്റ്റ് ഉള്ള കേസസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, അത് മറക്കരുത്. രണ്ടിലും റൈറ്റ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ടി ഐ ടു ടി ജെ, നോട്ട്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു, എഡ്ജ് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ബേസിസിൽ ഇത്രയും റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോട്ട്സ് പ്ലേസ് ചെയ്യുന്നതും അതിനിടയിലുള്ള എഡ്ജസ് പ്ലേസ് ചെയ്യുന്നതും. എന്നിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്രസിഡൻസ് ഗ്രാഫില് നോ സൈക്കിൾ ഇല്ല എങ്കിൽ ദിസ് ഇംപ്ലൈസ് നമുക്ക് തന്നിട്ടുള്ള ഷെഡ്യൂൾ എസ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആയിരിക്കും. ഓക്കെ, സീരിയലൈസബിലിറ്റി ചെക്കിങ്ങിന്റെ ഒരു ഫ്ലോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സപ്പോസ് നമുക്കൊരു ഷെഡ്യൂൾ എസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി ആണ്. അത് എങ്ങനെയാണ്? നമ്മൾ പ്രസിഡൻസ് ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കൊരു അസൈക്ലിക് പ്രസിഡൻസ് ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അത് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഈ സെയിം ഷെഡ്യൂൾ തന്നെ നമുക്ക് വ്യൂ ഈക്വലന്റ് ആണ്. വ്യൂ ഈക്വലന്റ് കണ്ടീഷൻസ് 3 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതും കൂടെ ചെക്ക് ചെയ്യണ്ടേ? ഓക്കെ, ഇനി കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ അല്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഈ വ്യൂ ഈക്വലൻസി കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം. ഇനി ഈ വ്യൂ ഈക്വലൻസി കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സീരിയലൈസബിൾ. എൽസ് വി ക്യാൻ സേ ദാറ്റ് ഒരു ഫെയിലിയർ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ്സ് നോൺ സീരിയലൈസബിൾ. സീരിയലൈസബിലിറ്റി ചെക്കിങ്ങിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. കൺകറൻസി കൺട്രോളിന്റെ നെസസറി നമ്മൾ കണ്ടു. പ്രോപ്പറായിട്ട് കൺകറൻസി കൺട്രോൾ ഇല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യും. അതുവഴി നമ്മുടെ ഡേറ്റാബേസ് ഇൻകൺസിസ്റ്റന്റ് ആയി തീരും. ഓക്കെ, സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺകറൻസി കൺട്രോൾ കൊണ്ടുവരുന്നത്. കൺകറൻസി കൺട്രോളിന് വേണ്ടിയിട്ട് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷെ കൺകറന്റ് ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. അപ്പൊ ഈ കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് എന്ത് ചെയ്യിച്ചാല് കൺകറന്റ് ട്രാൻസാക്ഷൻസ് ഡേറ്റാബേസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോപ്പർലി എക്സിക്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾസ് ആണുള്ളത്. ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസും ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾസും. ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസിനകത്ത് നമ്മൾ ലോക്സ് എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡേറ്റാബേസിന്റെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുന്നത്. അതായത് ഒരു ഡേറ്റ സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോക്ക് വേരിയബിൾ യൂസ് ചെയ്യും. ലോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതുമായിട്ട് ഒരു ഡേറ്റ ഐറ്റം അസോസിയേറ്റ് ചെയ്യും. ഈ വേരിയബിൾ ആയിട്ട് ഏത് ഡേറ്റ ഐറ്റം ആണോ കറന്റ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ളത് ആ ഡേറ്റ ഐറ്റത്തിന് എല്ലാ ട്രാൻസാക്ഷൻസിനും കൂടെ സൈമൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മെക്കാനിസം ആണ് ലോക്ക് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്സ് ഉണ്ട്. ഷെയർഡ് ലോക്സ്, എക്സ്ക്ലൂസീവ് ലോക്സ്. ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് 4 എണ്ണമാണ് വരുന്നത്. സിംപ്ലിസ്റ്റിക്, പ്രീക്ലെയിമിംഗ്, ടു ഫേസ്, സ്ട്രിക്റ്റ് ടു ഫേസ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടു ഫേസും സ്ട്രിക്റ്റ് ടു ഫേസും ആണ്. ടൈപ്സ് ഓഫ് ലോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ലോക്സ് എന്ന് പറയുന്നത് ഷെയർഡ് ലോക്സും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ലോക്സും ആണ്. ഈ ഷെയർഡ് ലോക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് റീഡ് ഓൺലി ലോക്ക്. ഈ ഷെയർഡ് ലോക്ക് നമ്മൾ എസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. ഇഫ് എ ട്രാൻസാക്ഷൻ ഒബ്റ്റെയിൻസ് എ ഷെയർഡ് മോഡ് ലോക്ക് ഓൺ ഡേറ്റ ഐറ്റം ക്യൂ, അങ്ങനെയാണെങ്കിൽ ആ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ നമുക്ക് റീഡ് ചെയ്യാം, പക്ഷെ വി കനോട്ട് മോഡിഫൈ ക്യൂ. അതാണ് ഷെയർഡ് ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ക്ലൂസീവ് ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്ക്ലൂസീവ് ലോക്ക് നമ്മൾ ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ എക്സ്ക്ലൂസീവ് ലോക്ക് ആണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ നമുക്ക് റീഡ് ചെയ്യാം,
റൈറ്റ് ചെയ്യും ചെയ്യാം. ഓക്കെ, നേരത്തെ റീഡ് ഓൺലി ആയിരുന്നു, ഇത് റീഡബിളും ആണ് റൈറ്റബിളും ആണ്. റീഡ് ആൻഡ് റൈറ്റ് ബോത്ത് ഓപ്പറേഷൻസ് നമുക്ക് ആ ക്യൂമേ ഏത് ഡേറ്റ ആയിട്ടാണോ അത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ ഷെയർഡ് ലോക്കും എക്സ്ക്ലൂസീവ് ലോക്കും പഠിച്ചല്ലോ. ദർ ഈസ് വൺ പോയിന്റ് കോൾഡ് ലോക്ക് കോമ്പാറ്റബിലിറ്റി മെട്രിക്സ്. ലോക്ക് കോമ്പാറ്റബിലിറ്റി മെട്രിക്സ്. സപ്പോസ് ഒരു ട്രാൻസാക്ഷൻ ഇറ്റ് ഒബ്റ്റെയിൻസ് എ ലോക്ക് ഓൺ ഡേറ്റ ഐറ്റം. ഡേറ്റ ഐറ്റം ക്യൂ ആണെന്ന് വിചാരിക്കുക. അതൊരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഒരു ട്രാൻസാക്ഷൻ ഒരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ എസ് മോഡ്. എസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഷെയർഡ് ലോക്ക് മോഡ് അല്ലേ. സപ്പോസ് അതർ ട്രാൻസാക്ഷൻ ഈസ് ദർ, ഇറ്റ് ക്യാൻ ഗെറ്റ് ലോക്ക് ഓൺ ദ സെയിം ഡേറ്റ ഐറ്റം. സെയിം ഡേറ്റ ഐറ്റം എന്ന് പറയുമ്പോൾ ക്യൂവിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇൻ കേസ് ഓഫ് എസ് മോഡ്, രണ്ടും എസ് മോഡിലാണെങ്കിൽ ആ സെയിം ഡേറ്റ ഐറ്റത്തിൽ രണ്ടിനും ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എക്സ് മോഡിലാണെങ്കിൽ പറ്റുമോ? അതായത് എന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എസ് മോഡിലാണെങ്കിൽ അത് ഒരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ക്യൂവില്. അങ്ങനെയാണെങ്കിൽ എക്സ് മോഡില് വേറൊരു ട്രാൻസാക്ഷന് ആ സെയിം ഡേറ്റ ഐറ്റത്തില് ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, എക്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ലോക്ക് കേട്ടോ. എക്സ്ക്ലൂസീവ് ലോക്കിൽ റീഡും റൈറ്റും പോസിബിൾ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ റീഡ് ഓൺലിയിൽ ഒരു വേരിയബിൾ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ, ഒരു ലോക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ, അതായത് ഷെയർഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ, അതിനെ പിന്നെ വേറൊരു ട്രാൻസാക്ഷൻ വന്നിട്ട് ആ സെയിം ഡേറ്റ ഐറ്റത്തിൽ എക്സ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. സപ്പോസ് എന്റെ ട്രാൻസാക്ഷൻ എക്സ് മോഡിലാണെന്ന് വിചാരിക്കുക, അതായത് എക്സ്ക്ലൂസീവ് ലോക്ക് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിലാണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ട്രാൻസാക്ഷൻ വരുവാണ്, അതെന്ന് പറയുന്നത് എസ് മോഡില് ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഫോൾസ് ആയിരിക്കും, അത് നടപടിയാവില്ല. ഇനി അഗൈൻ എക്സ് മോഡിലുള്ള ഒരു ട്രാൻസാക്ഷൻ, അത് ഒരു ഡേറ്റ ഐറ്റം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യൂ എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തുമ്മ. ഇനി ആ സെയിം ഡേറ്റ ഐറ്റത്തുമ്മ വേറൊരു ട്രാൻസാക്ഷൻ വന്ന് എക്സ് മോഡില് ഒരു ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അതും പോസിബിൾ ആയിരിക്കില്ല. ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, എസ് മോഡ് എക്സ് മോഡ്, ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ ലോക്ക് കോമ്പാറ്റബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ലോക്സ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഡെഡ് ലോക്ക്. നമ്മൾ നാച്ചുറൽ എക്സ്ക്ലൂഷൻ മെക്കാനിസം യൂസ് ചെയ്യുകയാണെങ്കിൽ ദിസ് ലീഡ്സ് ടു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസാക്ഷൻ ഉണ്ട് TI എന്ന് പറഞ്ഞിട്ട്. ദിസ് TI ഹോൾഡ്സ് എ ലോക്ക് ഓൺ ഡേറ്റ ഐറ്റം Q ആൻഡ് ദിസ് ഇസ് ഇൻ എക്സ് മോഡ്. എക്സ് മോഡിലാണ് ലോക്ക് ഹോൾഡ് ചെയ്യുന്നത്. But this is waiting for, this TI is waiting for a lock on another data item P. But P is locked by another transaction TJ. This is also in X mode. നമ്മൾ ലോക്ക് കോമ്പാറ്റബിലിറ്റി മെട്രിക്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, എക്സ് മോഡില് ഒരു ഡേറ്റ ഐറ്റത്തിനെ ഞാൻ ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, ഓക്കെ, അത് എക്സ് മോഡിൽ ഒരു ഡേറ്റ ഐറ്റത്തിനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അനദർ ട്രാൻസാക്ഷൻ സേ TJ എന്ന് പറയുന്നത് എക്സ് മോഡിൽ തന്നെ ഈ സെയിം ഡേറ്റ ഐറ്റത്തിനെ ലോക്ക് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ ഈസ് ഇറ്റ് പോസിബിൾ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് നമ്മൾ ലോക്ക് കോമ്പാറ്റബിലിറ്റി മെട്രിക്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ ഇവിടെ ആ ഒരു സെയിം സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. TI എന്ത് ചെയ്യാണ്, ഒരു ലോക്ക് ഉണ്ട് ഓൺ ഡേറ്റ ഐറ്റം Q. ദിസ് ഇസ് ഇൻ എക്സ് മോഡ്. പക്ഷേ TIക്ക് എന്ത് വേണം, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു ഡേറ്റ ഐറ്റത്തിൽ ലോക്ക് ഇടേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ഡേറ്റ ഐറ്റം എന്ന് പറയുന്നത് ദിസ് ഇസ് ഇൻ ലോക്ക് ബൈ TJ ഇൻ എക്സ് മോഡ്. ഇനി ഈ P റിലീസ് ചെയ്യണമെങ്കിൽ TJക്ക് ആണെങ്കിൽ എന്താ വെച്ചാല് ഈ Q വേണം, ക്യൂവിൽ ഒരു ലോക്ക് ഇടണം. ക്യൂവിൽ ഒരു ലോക്ക് അക്വയർ ചെയ്താൽ മാത്രമേ TJക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ക്യൂ എന്ന് പറയുന്നത് ദിസ് ഇസ് ലോക്ക്ഡ് ബൈ TI ഇൻ എക്സ് മോഡ്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ. TI എന്ന് പറയുന്നത് Pക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, TJ എന്ന് പറയുന്നത് ക്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് സർക്കുലർ വെയിറ്റ് കണ്ടീഷൻ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ.
നമ്മൾ ഡെഡ് ലോക്ക് കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ഫോർ ഗ്രാഫ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഈ വെയിറ്റ് ഫോർ ഗ്രാഫിനകത്ത് ഷെഡ്യൂളിലെ എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഒരു വേർട്ടെക്സ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നുണ്ടായിരിക്കുക. രണ്ട് ട്രാൻസാക്ഷൻസിന്റെ ഇടയിൽ നമുക്ക് എഡ്ജസ് കാണും, പ്രസിഡൻസ് ഗ്രാഫ് പോലെ തന്നെ. ഈ ഗ്രാഫിനകത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് റിസൾട്ട് ഇൻ എ ഡെഡ് ലോക്ക്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയില്ല. പക്ഷെ ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക, ഡെഡ് ലോക്ക് കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. ആ വെയിറ്റ് ഫോർ ഗ്രാഫിനകത്ത് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷെഡ്യൂൾ ലീഡ്സ് ടു ഡെഡ് ലോക്ക് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഡെഡ് ലോക്ക് വരുന്ന തരത്തിലുള്ള ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ട്രാൻസാക്ഷൻ ടി ഐ റിക്വസ്റ്റ് ഫോർ എ ലോക്ക് ആൻഡ് ട്രാൻസാക്ഷൻ ടി ജെ ഹോൾസ് എ കോൺഫ്ലിക്റ്റിംഗ് ലോക്ക്. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ മാനേജർ എന്ത് ചെയ്യുവെച്ചാല് രണ്ട് പോളിസീസ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യും. ഫസ്റ്റ് പോളിസി എന്ന് പറയുന്നത് വെയിറ്റ് ഡൈ എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. അതിൽ ചെയ്യുന്നത് എന്താ വെച്ചാല് ടി ഐക്ക് ടി ജെനേക്കാൾ ഹയർ പ്രയോറിറ്റി ആണെന്ന് വിചാരിക്കുക. ദെൻ ഇറ്റ് ഈസ് അലൗഡ് ടു വെയിറ്റ്, അതർവൈസ് അബോർട്ടഡ്. ഇനി നെക്സ്റ്റ് പോളിസി എന്ന് പറയുന്നത് വൂണ്ട് വെയിറ്റ്. സപ്പോസ് ടി ഐക്ക് ഹയർ പ്രയോറിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടി ജെ അങ്ങോട്ട് അബോർട്ട് ചെയ്യും, എന്നിട്ട് ടി ഐ റൺ ചെയ്യും. അല്ലെങ്കിൽ ടി ഐ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാനായാലും മതി. ഓക്കെ, സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ വി ഈദർ ഫോളോ വെയിറ്റ് ഡൈ പോളിസി ഓർ വൂണ്ട് വെയിറ്റ് പോളിസി. ഓക്കെ, ഇനി ലെറ്റ്സ് കം ബാക്ക് ടു ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു 4 ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് ആണ് വരുന്നത്. സിംപ്ലിസ്റ്റിക്, പ്രീ ക്ലെയിമിംഗ്, ടു ഫേസ്, സ്ട്രിക്റ്റ് ടു ഫേസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടു ഫേസും സ്ട്രിക്റ്റ് ടു ഫേസും ആണ്. ടു ഫേസ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാല് ദിസ് ടു ഫേസ് പ്രോട്ടോകോൾ ആൻസേഴ്സ് സീരിയലൈസബിലിറ്റി. According to this protocol, according to two-phase locking protocol, each transaction issues lock and unlock request in two phases. രണ്ട് ഫേസസിലായിട്ട് ലോക്ക് റിക്വസ്റ്റും അൺലോക്ക് റിക്വസ്റ്റും ഇഷ്യൂ ചെയ്യും. ഏതില്? ടു ഫേസ് ലോക്കിംഗിൽ. ആ പേരിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ടു ഫേസ് ലോക്കിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെ? രണ്ട് ഫേസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഗ്രോയിങ് ഫേസ്. ഗ്രോയിങ് ഫേസിനകത്ത് ട്രാൻസാക്ഷൻസ് മേ ഒബ്ടെയിൻ ലോക്സ് ഒബ്ടെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, ബട്ട് cannot റിലീസ് ലോക്ക്. ഏതിനകത്ത്? ഗ്രോയിങ് ഫേസിനകത്ത്. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഷ്രിങ്കിങ് ഫേസ് ആണ്, ഗ്രോയിങ്ങിന്റെ ഓപ്പോസിറ്റ്. ഈ ഫേസിനകത്ത് ട്രാൻസാക്ഷൻ മേ റിലീസ് ലോക്ക് ബട്ട് മെ നോട്ട് ഒബ്ടെയിൻ എനി ന്യൂ ലോക്സ്. ഓക്കെ, ഈ പോയിന്റ്സ് ഓർത്തു വെക്കാം. ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോള് കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഡെഡ് ലോക്കിനുള്ള പോസിബിലിറ്റി ദ സ്റ്റിൽ എക്സിസ്റ്റ്. ഇനി സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ബേസിക് 2PL തന്നെ, ബേസിക് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ തന്നെ, ബട്ട് വിത്ത് all exclusive locks should be hold until commit or rollback. നമ്മൾ കമ്മിറ്റ് അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? എല്ലാ എക്സ്ക്ലൂസീവ് ലോക്സും ഹോൾഡ് ചെയ്യണം. ഓക്കെ, and the strict two-phase locking ensures serializability, strict recoverable. ഈ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് ദിസ് മേ ലീഡ് ടു സ്റ്റാവേഷൻ ആൻഡ് ഇറിക്കവറബിലിറ്റി കേട്ടോ, അത് ഓർത്ത് വയ്ക്കാം. ഇപ്പൊ നമ്മൾ ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ദെൻ ദർ ഈസ് ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾസ്. 3 ടൈപ്പ് ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾസ് ആണ് വരുന്നത്. ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ്, സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആൻഡ് തോമസ് റൈറ്റ് റൂൾ. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം സ്റ്റാമ്പ്സ് ആയിരിക്കും. ലോക്ക് ബേസ്ഡ് പ്രോട്ടോകോൾസിൽ നമ്മൾ ലോക്സ് ആണല്ലോ യൂസ് ചെയ്തത്. ഈ ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾസിൽ നമ്മൾ ടൈം സ്റ്റാമ്പ്സ് യൂസ് ചെയ്യും. ഓക്കെ,
അതുവഴിയാണ് നമ്മൾ ട്രാൻസാക്ഷൻസിന്റെ എക്സിക്യൂഷൻ ഓർഡർ മാനേജ് ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും. ഓരോ ട്രാൻസാക്ഷനും യുണീക്ക് ആയിട്ടുള്ള ടൈം സ്റ്റാമ്പ് ആയിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊരു സിസ്റ്റം ക്ലോക്കിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ കൗണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ടൈം സ്റ്റാമ്പ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുക? ടൈം സ്റ്റാമ്പ്സിന്റെ അസെൻഡിങ് ഓർഡറിലായിരിക്കും. അതായത് ഓൾഡർ ട്രാൻസാക്ഷൻസ് യൂഷ്വലി ഗെറ്റ് ഹയർ പ്രയോറിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു ട്രാൻസാക്ഷൻ T1 എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ട്. അത് സിസ്റ്റത്തിലോട് ആദ്യം എൻ്റർ ചെയ്യാണ്. അതിന് കിട്ടുന്ന ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ടൈം സ്റ്റാമ്പ് ഓഫ് T1 007 ആണെന്ന് വിചാരിക്കാം. ദെൻ ദർ ഈസ് അനദർ ട്രാൻസാക്ഷൻ T2, ഇറ്റ് എൻറ്റേഴ്സ് ആഫ്റ്റർ T1. അതിന് കിട്ടുന്ന ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് 009 ആണെന്ന് വിചാരിക്കാം. ദിസ് മീൻസ് T1 ഈസ് ഓൾഡർ ദാൻ T2 അല്ലെ? T1 അല്ലേ ആദ്യം വന്നത്, അതുകൊണ്ട് തന്നെ T1 ഈസ് ഓൾഡർ ദാൻ T2 എന്ന് നമുക്ക് പറയാം. സോ T1 ഷുഡ് എക്സിക്യൂട്ട് ബിഫോർ T2. അങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഈ ലോഗ് ബേസ്ഡ് പ്രോട്ടോകോൾസിൽ നമ്മൾ കോൺഫ്ലിക്ട്സ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ആണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് മാനേജിങ് കോൺഫ്ലിക്ട്സ് ആസ് സൂൺ ആസ് എ ട്രാൻസാക്ഷൻ ഈസ് ക്രിയേറ്റഡ്. ഫസ്റ്റ് ടൈം സ്റ്റാമ്പ് ബേസ്ഡ് പ്രോട്ടോകോൾ നമ്മൾ മെൻഷൻ ചെയ്ത് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആണ്. ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, അതായത് ട്രാൻസാക്ഷൻ വിത്ത് സ്മോളർ ടൈം സ്റ്റാമ്പ്, this has to be executed first and then transaction with a larger time stamp. So time stamps compare ചെയ്തിട്ടാണ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗിൽ നമ്മൾ എക്സിക്യൂഷൻ ചെയ്യുന്നത്. ടൈം സ്റ്റാമ്പ് ഓർഡർ വയലേറ്റ് ചെയ്യണില്ല എന്നാണ് ഇത് ബേസിക്കലി എൻഷുർ ചെയ്യുന്നത്. സപ്പോസ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതം രണ്ട് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഡിറ്റക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക. രണ്ടും ഇൻകറക്റ്റ് ഓർഡറിലാണ് ഓക്കർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അബോർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യാണ് ഈ പറയുന്ന ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് റിജക്ട് ചെയ്യുന്നത്? അതായത് ആ ഓപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ അപ്പാടെ അങ്ങ് എന്ത് ചെയ്യും? അബോർട്ട് ചെയ്യും. അങ്ങനെ അബോർട്ട് ചെയ്തിട്ടാണ് ആ ഓപ്പറേഷൻ റിജക്ട് ചെയ്യുന്നത്. ഇതിന് കുറെ അഡ്വാൻറ്റേജസും ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്ട് സീരിയലൈസബിൾ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും, ഡെഡ് ലോക്ക് ഫ്രീ ആയിരിക്കും, സ്ട്രിക്റ്റ് ഓർഡറിംഗ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. പക്ഷെ ഡ്രോബാക്സ് എന്ന് പറയുമ്പോൾ കാസ്കേഡിംഗ് റോൾ ബാക്സ് സംഭവിക്കാം. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മൾ അബോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷന്റെ എല്ലാ ഡിപ്പെൻഡൻസും എന്ത് ചെയ്യേണ്ട വരും? അബോർട്ട് ചെയ്യേണ്ട വരും. അത് ഇൻഎഫിഷ്യൻസിയിലേക്കല്ലേ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് മേ ലീഡ് ടു സ്റ്റാർവേഷൻ ഓഫ് ന്യൂവർ ട്രാൻസാക്ഷൻസ്. അതായത് ഓൾഡർ ട്രാൻസാക്ഷൻസ് പ്രയോറിറ്റൈസ് ചെയ്യുമല്ലോ നമ്മള്, വിച്ച് ക്യാൻ ഡിലേ ഓർ സ്റ്റാർവ് ന്യൂവർ ട്രാൻസാക്ഷൻസ്. അതുപോലെ ഹൈ ഓവർ ഹെഡ് ചാൻസ് ഉണ്ട്. അതായത് മെയിൻറ്റെയിനിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ടൈം സ്റ്റാമ്പ്സ് ഫോർ എവറി ഡേറ്റ ഐറ്റംസ് അറ്റ് സിഗ്നിഫിക്കൻറ്റ് സിസ്റ്റം ഓവർ ഹെഡ്. അതുപോലെ തന്നെ ഹൈ കൺകറൻസി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ പറയുന്ന ടൈം സ്റ്റാമ്പ് ബേസിക് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് ആണ്. അപ്പോ ഈ ഡ്രോബാക്സ് ഒക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രോട്ടോകോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വിച്ച് ഇസ് സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ്. ഇതില് സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ ഓർഡർ ആയിരിക്കും, നോ കാസ്കേഡിംഗ് റോൾ ബാക്സ്. കാസ്കേഡിംഗ് റോൾ ബാക്സ് കാണില്ല. അതുപോലെ തന്നെ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യും, സീരിയലൈസബിലിറ്റിയും എൻഷുർ ചെയ്യും. ഓക്കെ, അതായത് ഈ സ്ട്രിക്റ്റ് എക്സിക്യൂഷൻ ഓർഡർ ആയിരിക്കും ഈ സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ട്രാൻസാക്ഷൻസ് അതിന്റെ ടൈം സ്റ്റാമ്പിന്റെ എക്സാക്ട് ഓർഡറിൽ തന്നെ എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തില്ല വെച്ചാൽ ഓപ്പറേഷൻസ് എന്ത് ചെയ്യും? ഓപ്പറേഷൻസ് ഡിലേഡ് ആയി തീരും. ഓപ്പറേഷൻസ് ആർ ഡിലേഡ് ഇഫ് എക്സിക്യൂട്ടിംഗ് ദം വുഡ് വയലേറ്റ് ദ ടൈം സ്റ്റാമ്പ് ഓർഡർ. അത് ഒരു സ്ട്രിക്റ്റ് ഷെഡ്യൂള് എൻഷുർ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഹൗ സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് വർക്ക്സ്. അപ്പോ
ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. കുറച്ച് ടെക്നിക്കൽ ടെർമിനോളജീസ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും ഡെഫിനിഷൻ പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഗേറ്റ് ലെവലിലുള്ള ഡിസ്കഷൻ ഒന്നും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. കേരള PSCക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വേണ്ട രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.